ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ശ്രീകാന്ത് വർഷയുടെ കാലിൽ നെയിൽ പോളിഷൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വർഷം പറയുന്നുണ്ട്, ഞാനൊരു സീരിയലിൽ കണ്ടതാണ്, ശ്രീകാന്ത് എനിക്ക് ഇട്ടതായോ എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് വാങ്ങിയിട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചന്ദ്ര വന്ന് പറയുന്നുണ്ട്, എന്താ ഇത്, അവനോട് മര്യാദയ്ക്ക് പെരുമാറേണ്ടത്, അത് നിൻ്റെ ഭർത്താവല്ല, എങ്ങനെയാണ് അവനോട് പെരുമാറാന്നൊക്കെ വർഷയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വർഷം പറയുന്നുണ്ട്, മര്യാദയോടെ പെരുമാറാൻ, ഇവൻ എന്താ സ്കൂളിലെ പ്രിൻസിപ്പളാണോ, ഞാൻ പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പളൊന്നും അല്ലല്ലോ ആൻറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. ആൻറ്റി ഒരു കാര്യം ചെയ്യുക, അങ്കിളോട് ചെന്നിട്ട് ഈ നെയിൽ പോളിഷ് ആൻറ്റിയുടെ കാലിലൊന്നും ഇട്ട് തരാൻ പറയുന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്ര രവിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, രവിയായിട്ട് ഒന്ന് വർഷയോട് പറഞ്ഞ് മനസ്സിലാക്കണം, ഇങ്ങനെയൊന്നും ഭർത്താവിനോട് പെരുമാറാൻ പാടില്ല, ഭർത്താവിനോട് മര്യാദയ്ക്ക് പെരുമാറണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ രവിയോട് പറയുന്നുണ്ട്. ആ സമയത്ത് രവി പറയുന്നുണ്ട്, ചന്ദ്ര ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല ഫ്രണ്ട്സാണ്, അവർ തമ്മിൽ അങ്ങനെയാണ്, പരസ്പരം അങ്ങനെ എല്ലാം പറഞ്ഞ് രസിച്ച് കളിക്കുന്ന സമയത്ത് അതിലൊന്നും നമുക്ക് ഇടപെടേണ്ട കാര്യമില്ല, അവരുടെ കാര്യം അവർ നോക്കിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കണം, നമ്മുടെ സുധീർ ഷോറൂമിൽ റേഡിയോ ആൾക്കാർ വരുന്നുണ്ട്. റേഡിയോ ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ലക്ഷക്കണക്കിൽ ഇത് ബിസിനസ് ചെയ്തിട്ട് എവിടെ അതിൻ്റെ രേഖ എന്ന് പറയുന്നുണ്ട്. ആ സമയത്താവും ഞാൻ ബില്ലൊന്നും ഇല്ലാതെയാണ് ക്യാഷ് വാങ്ങിയതെന്ന് പറയുന്നുണ്ട് സുധി. അപ്പോൾ റേഡിയോ വന്ന ആൾക്കാർ പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ വാങ്ങിയത് ബ്ലാക്ക് മണിയാണ് എന്നൊക്കെ പറഞ്ഞാൽ അവർ ഇതേപോലെയുള്ള വേറെയുള്ള ഷോറൂമിലും ചെന്നിട്ട് ഇങ്ങനെ ലക്ഷക്കണക്കിൽ ബിസിനസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും അപ്പോഴാണ് സുധിക്ക് മനസ്സിലായത് അവൻ എന്തൊക്കെയോ അബദ്ധം പറ്റിയെന്ന്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി ഇങ്ങനെ പൈസ എണ്ണിയിട്ട് സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ അതിൽ 3250 രൂപ ഉണ്ട്, എൻ്റെയും കൂടി അധ്വാനം, നമ്മുടെ രണ്ടാമത്തെ അധ്വാനം കൂട്ടിയിട്ട് ഇന്നത്തെ നമുക്ക് മാറ്റി വയ്ക്കാനുള്ള പൈസയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയണ്ട, ഇങ്ങനെ പോയാൽ നമ്മുടെ റൂമിലേക്ക് വേഗം നമ്മൾ എത്തും, നമ്മുടെ റൂമിൽ നിന്നുള്ള സ്വപ്നം നമ്മൾ വേഗം നടത്തിയെടുക്കും രേവതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതിനല്ലേ സച്ചിയേട്ടാ നമ്മൾ രണ്ടാളും ഇത്ര കഷ്ടപ്പെടണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവരടുത്ത് തന്നെ റൂം വയ്ക്കും. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.